ശരിക്കും ദിലീപേട്ടൻ ആദ്യമായിട്ട് ദിലീപ് എന്ന് വിളിച്ചിരുന്ന പടം ഏതാ? അത് പറ. ദിലീപിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ആരാ മോനെ ഇതൊക്കെ എന്താ അവസ്ഥ? ഞാനാണ് ദിലീപേട്ടൻ്റെ ഏറ്റവും വലിയ ഫാൻ ഇവിടെ ഉള്ളത്. എന്തൊക്കെ വെറുപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ലടാ ഇല്ലെന്ന് ഞാൻ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീരും ഫാൻ്റെ. ഇന്ന് ഞങ്ങൾ എന്താ തൊട്ടികളാണ്? പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ ഇത്ര വൃത്തികെട്ട കുട്ടികളായി. ഒരെണ്ണേ ഉള്ളൂ. അല്ല എടീ, ഒരു നിനക്കറിയാമോ? ഞങ്ങള് കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് പറഞ്ഞിട്ടുണ്ട് നീ രണ്ടുപേരും പറയുന്ന വിവരക്കേടാന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് അല്ല നോൺ സ്ട്രൈക്കിൽ രണ്ടുപേരും ഒത്തിരി വിവരക്കേട് പറയുന്നുണ്ടെന്നുള്ളത് അറിയാലോ, അതാണല്ലോ യാഥാർത്ഥ്യം. അതിന് മുന്നേ ഒരു വേദി ഉണ്ടായിരുന്നല്ലോ, അത് അളിയൻ സ്കോർ ചെയ്തല്ലോ. അല്ല ഞാനില്ലായിരുന്നു. എന്നെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നീ ഇല്ലാത്തോണ്ട് രണ്ടുപേരെ കേട്ടാ മതിയായിരുന്നു. എന്താ സംഭവിച്ചാ പലർക്കും അറിയില്ല ഞാൻ പ്രമുഖൻ. എന്നോട് പലരും ചോദിച്ചു നീ ആണോ പ്രമുഖൻ, നീ എപ്പോഴാടാ പ്രമുഖൻ, നീ നടനെയല്ല അപ്പോഴാണോടാ പ്രമുഖൻ. ഞാനൊരു കാര്യം ചോദിച്ചു, അത് ഏറ്റെടുത്തത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ? അല്ല മാല പടക്കം പുള്ളിക്കാളിന് മനസ്സിലായിരുന്നു. അതാണ് കുത്തി പറഞ്ഞാണ്. ജയ് ജവാൻ കൊളുത്തിയിട്ടുണ്ട് ഞാനത്. ഞാൻ വേറെ ഒറ്റയ്ക്കൊരു വേദി ഉണ്ടാവുമല്ലോ, ആ വേദിയിൽ ഞാൻ അതിനെ തിരിച്ചടി കൊടുക്കും. ദിലീപേട്ടന് മൊത്തത്തിൽ നമ്മുടെ കുട്ടിക്കാലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം നോക്കുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ ഇൻ്റർവ്യൂസിൽ നാദർശയ്ക്കും ദിലീപേട്ടനും വരുന്ന ഇൻ്റർവ്യൂസൊക്കെ ആയിരിക്കും വിഷുവിനോ ഓണത്തിനോ വരുന്ന. അതിൽ എന്തൊക്കെയായിരിക്കും കൊടുക്കൽ വാങ്ങൽ കൗണ്ടേഴ്സ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഉറ്റു നോക്കിയിരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നീട് ലാലേട്ടനോ മമ്മൂക്കൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ സുരേഷ് ഏട്ടനൊക്കെ ജയറാമേട്ടൻ ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് ദിലീപേട്ടൻ കയറി എന്തായിരിക്കും കൗണ്ടർ ചെയ്യുക, ശ്രീനേട്ടൻ എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഉറ്റു നോക്കിയിരുന്നത്. ഇപ്പം ആ ഏരിയ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബുദ്ധി രാക്ഷസ. ഇത് റിലേ പോലെയല്ലേ, ആരെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങനെ കണക്റ്റഡ് ആയി കിടക്കുന്ന. ഇത് ഒരാൾ ഇത് കറക്റ്റ് ആയിട്ട് കൊണ്ടെങ്കിൽ യുവതലമുറയില് ഞങ്ങളിപ്പോ പട്ടങ്ങടെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അല്ലേ അങ്ങനെയല്ല ദിലീപേട്ടാ. അതായത് അല്ലല്ല, സാധാരണ എന്താന്ന് വെച്ചാൽ ഓരോരുത്തർ ഇന്റർവ്യൂസിലൊക്കെ വന്നിരിക്കുമ്പോഴത്തേനും അവര് അതിൻ്റെതായ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവൻ പറയാ. ധ്യാൻ വന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പേടിയാണ്, സിദ്ദിഖായിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് പേടി. ഇവൻ എന്താണോ ദൈവമേ പറയാൻ പോകുന്നത്. സിനിമ ചരിത്രത്തിൽ ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ വേറെ ആരുണ്ട്? തീർച്ചയായും ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള അങ്ങനെയല്ല. ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഇല്ല ഇത്രയും ഇങ്ങനെ അല്ലേ. കഴിവുണ്ടല്ലോ, നമ്മള് ജന്മന പാരമ്പര്യമുണ്ട്. ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞിട്ടാ എനിക്ക് ജന്മന കിട്ടിയില്ല. കോച്ചിങ്ങിനായിട്ടും പോയിട്ട് പഠിക്കുമല്ലോ, നമ്മള് എന്തെങ്കിലും പഠിച്ചു വരുമല്ലോ. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹ്യൂമർ സിനിമ ആളാണെങ്കിലും ഹ്യൂമർ സിനിമകൾ വളരെ കുറവേ ചെയ്തിട്ടുള്ളൂ. അത് പ്രിൻസ് ആൻഡ് ഫാമിലി ആണെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഒരുപാട് ത്രില്ലറ് അല്ലേ. എനിക്ക് ജോൺചേട്ടൻ്റെ ഒക്കെ ഒന്ന് വന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ജോൺചേട്ടാ, അതുകൊണ്ടാ. അതാണ്. അല്ല ഞാൻ വേറെ ഉണ്ടല്ല, എനിക്ക് ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും ദിലീപിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ആരാ. മോനെ ഇതൊക്കെ എന്താ അവസ്ഥ? ഞങ്ങള് ഫാൻ ബോയ്സ് ആണ്. ഒരു കാര്യമുണ്ട് ജോണി, ഒരു കാര്യമുണ്ട് വലിയ സന്തോഷം. എന്നെ സ്നേഹിക്കുന്ന 4 പേരാണ് എന്റെ അപ്പുറം ഇരിക്കുന്നത്. ഇദ്ദേഹത്തിനില്ലേ ചെറുപ്പക്കാരെ അല്ല അങ്ങനെ ഞങ്ങൾക്കിടയിൽ ഇപ്പം ഒരു ഇന്റർവ്യൂല് പണ്ട് എനിക്കൊന്ന് ബിഹൈൻഡ് ബുഡ്സിന്റെ ആയിട്ടെന്ന് തോന്നുന്നു, കമൽ സാറിനെ വെച്ചിട്ട് ലോകേഷ് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ലോകേഷ് പറഞ്ഞ സാധനമുണ്ട്, ഷർട്ട് കിളിച്ചിട്ട് പോവേ. മണികണ്ഠൻ പറയും ഞാനാണ് കമൽ സാറിന്റെ ഏറ്റവും വലിയ ആരാധകൻ എന്ന് പറയും. ലോകേഷ് വന്നിട്ട് പറയും അല്ല, ഞാനാണ് ഏറ്റവും വലിയ ആരാധകൻ, അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ഷർട്ടേ കിളിച്ച് സൺഡേക്ക് പോവേന്ന് ലോകേഷ് അടിച്ചിട്ടാലും ഉണ്ട്. അപ്പോൾ മണികണ്ഠൻ ഇങ്ങനെ നോക്കിയിരുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ഞാനാണ് ദിലീപേട്ടൻ്റെ ഏറ്റവും വലിയ ഫാൻ ഇവിടെ ഉള്ളത്. എന്തൊക്കെ വെറുപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ലടാ ഇല്ലെന്ന്. ഞാൻ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീരും ഫാൻ്റെ. ഇത് എന്റെ സംശയം, ലിറ്റിൽ സ്റ്റീഫൻ ബുദ്ധി രാക്ഷസൻ ഇത് ഫാനാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഫാനാണോ അതോ
പ്രൊഡ്യൂസർ ആയതിനു ശേഷം ഫാൻ ആയതാണോ എന്നുള്ളത്. അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാന് ജോണി ചേട്ടൻ നമുക്കറിയാം, നമ്മൾ വളരെ സിനിമയിൽ എത്തുന്നതിന് ഇപ്പുറം തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം. അതായത് ഡിസ്റ്റിന് ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 38 വയസ്സ്. 16 വയസ്സുള്ളപ്പോൾ കണ്ട സിനിമയാണ് സി.ഡി. മൂസ. അപ്പം എനിക്ക് ധ്യാനം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അന്ന് ചെയ്ത സിനിമയാണ് സി.ഡി. മൂസ. ഇന്ന് ഞങ്ങൾ എന്താ തൊട്ടികളാണ്? പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ ഇത്ര വൃത്തികെട്ട കുട്ടികളായിരുന്നു. ഈ കുട്ടികൾ അല്ല അത് ശരിയാണ്. ആ സിനിമ ആ കണ്ടതിന്റെ പേരിലായിരിക്കും അല്ലെ വൃത്തികെട്ട കുട്ടികളായത്. അത് വെക്കണത് കാരണം ഒരു കാര്യമുണ്ട്, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചില ഡോക്ടേഴ്സൊക്കെ ആണല്ലോ അവരെ ഒരുപാട് ചിരിപ്പിച്ച സിനിമയാണ് എന്ന് പറയാറുണ്ട്. ആ കൂട്ടത്തിൽ ഇവരും അത് ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പട്ടെ, ഞാൻ എന്താ പറയണ്ടേ, ഇന്ത്യയിലേക്കാണ് ബോംബിട്ടേക്കുന്നത്. ഇങ്ങനെ ആക്രമണം എനിക്ക് പറഞ്ഞു. എനിക്ക് ഇതിലാണ് ഏറ്റവും വലിയ ഫാൻ ബോയ് ഇവിടെ ആരാന്നുള്ള അറിയണം. ദിലീപ് ഏട്ടൻ അഭിനയിച്ച എത്ര തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഒരെണ്ണം അല്ലേ? ആ ഒരെണ്ണം ഏതാണെന്നറിയാം? പറ, ഫാൻ ബോയ് അല്ലേ? അതെന്താ ഇതിന്റെ അകത്ത് വലിയ ആശ്ചര്യമില്ല. ഇപ്പൊ ഞാൻ പഠിച്ച ഒരു സെക്കൻഡ് ഞാൻ പഠിച്ച ഇപ്പം പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ച എത്രയോ ആൻസറുകളാണ് ഇപ്പൊ എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ആ പരീക്ഷ നടക്കുന്ന സമയത്ത് ഞാൻ മറന്നുപോയതിന്റെ പേരിലാണ് എനിക്ക് പലപ്പോഴും മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളത്. നീ ഇപ്പൊ പെട്ടെന്ന് ഇതിങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേന് ഏതാണെന്നുള്ള അല്ല അതാണ് തമിഴ് പടം ഞാൻ ഓർക്കുന്നില്ല. തമിഴില് വലിയ പ്രൊഡ്യൂസറും ഇത് പണ്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട്, സീനിയറാണ്. ഇയാൾ പുതുതായിട്ട് വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ അത്യാവശ്യം റാഗ് ചെയ്യും. വൈകിട്ട് അവരുടെ ചിലവിൽ അത്യാവശ്യം സംഭവമൊക്കെ കഴിച്ചിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നെല്ലക്കോട് ഭാസ്കരൻ മരിച്ചതല്ല, അത് നമ്മൾ കൃഷ്ണൻകുട്ടി നായരുടെ മരണ കാരണം ഇങ്ങനെ പറയാൻ പറ്റും? വിജയകാന്തിന്റെ ക്യാപ്റ്റന്റെ ഹിന്ദി സിനിമയുണ്ട് ഒരെണ്ണം, മേജർ ഡയറക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ, തൂഫാൻ. കന്നഡ സിനിമയില് രാജ്കുമാർ അല്ല ശിവരാജ് കുമാറിനൊപ്പം ഒരു ഗസ്റ്റ് റോള് ചെറിയ അറിയാം. എല്ലാം പഠിച്ചിട്ടാ വന്നു. ശരിക്കും ദിലീപേട്ടൻ ആദ്യമായിട്ട് ദിലീപ് എന്ന് വിളിച്ചിരുന്ന പടം ഏതാ? അത് പറ. അല്ലല്ല ഒരു സെക്കൻഡ്, അതായത് ഇവനെ അങ്ങോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞ് ഇപ്പൊ പ്ലാൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്ടറെ കൂട്ടിക്കൊണ്ടിട്ട് ശരിക്കുള്ള ഫാൻ ബോയ്സ് മാനത്തെ കൊട്ടാരം. അല്ല അവൻ പറഞ്ഞ് മായാനദി ജോസൂട്ടിയോ